ഹലോ, ഹലോ, ദീപക് സാറാണോ? അതെ. സാറേ, വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഹാപ്പി വിഷു. എന്തായാലും ഹാപ്പി നിങ്ങൾ വിഷു. ഈ പറഞ്ഞ എല്ലാം ചെയ്തത് ഞങ്ങളെ പറഞ്ഞ സാധാരണക്കാരടക്കമുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. വളരെ വേറെ വളരെ ഒന്നും പറയാൻ സന്തോഷം. വേണ്ടിയില്ല. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയണു, ഒരുപാട് ഉം, ഒത്തിരി നന്ദി. കാരണം ഒന്നും അറിയില്ലാത്ത സദാ ജനങ്ങൾക്ക് ഉം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തന്ന സാറിന് ഉം. ദൈവത്തിന്റെ സ്ഥാനത്തിൽ ഞങ്ങൾ പറയണു ഒത്തിരി നന്ദി. ഈ വിഷു ദിനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ആശംസയാണ്. താങ്ക് യു സോ മച്ച്. ഒരിക്കലും മറക്കില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, എല്ലാം ഫോളോ അപ്പ് ചെയ്യണവരാ ഞങ്ങള്. എല്ലാം ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പൊ ചുറ്റും നിൽക്കുന്നുണ്ട്. സാറിനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് തോന്നി. വരുന്ന ഒരു ഹാപ്പി വിഷു പറയണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എനിത്തിങ് സാറ് ചെയ്യണ എല്ലാ കാര്യങ്ങളും അത് ഞങ്ങൾ സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു വയലൻസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കണം സാറ് പറഞ്ഞതിന്റെ അനുസരിച്ച് അതിനെ എതിർക്കാനൊന്നുമല്ല. പക്ഷെ ഒന്നും അറിയാണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തില്, കാരണം ഇവിടെയുള്ള ഒരുപാട് അഡ്വക്കേറ്റുമായിട്ട് ഞാൻ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വക്കീലന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ കിട്ടിയേക്കുന്ന സമീപനമൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ നിയമം സാർ ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അതിനകത്ത് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത നന്ദി. അത് നേരിട്ട് വന്ന് പറയേണ്ടതാണ്, ഫോണിൽ കൂടെ വിളിച്ച് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമായിട്ടില്ല. എന്തായാലും ഒത്തിരി സന്തോഷം സാറേ. ഹാപ്പി വളരെ വിഷു. സന്തോഷം. ഹാപ്പി വിഷു. ഓക്കെ സാറേ, ശരി.